ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് എന്ന സ്ഥലത്താണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത്. ഇന്ന് ഞാൻ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് ന്യൂ ഇന്ത്യ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് എന്ന സംരംഭത്തിൻ്റെ സാരഥിയായിട്ടുള്ള മുസ്തഫ പി കെ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരം നമുക്ക് തന്നതിന്. സാറ് കുട്ടിക്കാലത്ത് പഠിച്ചൊക്കെ പ്രോപ്പർലി മലപ്പുറം ജില്ലയിൽ തന്നെയാണോ? മലപ്പുറം ജില്ലയിൽ. മലപ്പുറത്ത് ഈ വെളിമുക്കിന് അടുത്ത് തന്നെയാണോ? പഠിക്കലിലാണ് നമ്മുടെ ഒരു പഠന ജീവിതമെല്ലാം. പ്രാരംഭ വിദ്യാഭ്യാസം തുടക്കം അവിടെ നിന്ന്. എന്നിട്ട് പഠനം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്തായിരുന്നു? അടുത്തത് ഫാദർ ഈ കൺസ്ട്രക്ഷൻ വർക്കായിട്ട് കേരളത്തിന് പുറത്തായിരുന്നു. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പഴയ കലാസി കേട്ടറിവുകൾ മാത്രമേ നമ്മളെ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കുള്ളൂ. കാരണം ഒന്ന് ക്രെയിന് അതുപോലുള്ള ഉപകരണങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് അധ്വാനം മനുഷ്യരെ മാൻ പവർ കൊണ്ട് മാത്രം ആയിരുന്നു അന്നൊക്കെ. എല്ലാം ഹാൻഡ് പവർ ആണ്, മാൻ മെയ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫാദർ എഞ്ചിനീയർ, പിന്നെ അത് മാത്രമല്ല ആള് എല്ലാ കോൺട്രാക്ടർ. അപ്പോൾ പുറത്ത് എല്ലാ സ്ഥലങ്ങളിലാകുമ്പോൾ തീർച്ചയായിട്ടും സാറിന്റെ പഠന ജീവിതം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തട്ടി. അങ്ങനെ കുറേ വിദ്യാഭ്യാസപരമായിട്ട് കുറേ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം മിക്കവാറും സമയങ്ങളിൽ ഫാദർ പുറത്തായിരിക്കും. ഓക്കെ, വെക്കേഷൻ സമയത്ത് ഒന്നുകിൽ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഈ വെക്കേഷൻ 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്ത് മിക്ക സമയങ്ങളിലും ആ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം വലിയ തിരക്കായിരിക്കും അവിടെ. തീർച്ചയായിട്ടും അങ്ങനെ കുറേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുറേ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ എന്താ പറയുക, കുട്ടിക്കാലം പഠന ജീവിതം മൊത്തം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫുള്ളി ട്രാവലിൽ തന്നെ പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എന്താ പറയുക, സാറിൻ്റെ ഫാദർ പുറത്താണ്, അപ്പോൾ സാറും പുറം സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുമ്പം നമുക്ക് പല ഭാഷകളും പഠിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫാദറിൻ്റെ കൂടെ തന്നെയായിരുന്നു. കുറച്ചു കാലം ഫാദറിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോയി. ഗൾഫിൽ പോയി. ഗൾഫിൽ എവിടെയായിരുന്നു? സൗദി അറേബ്യയിൽ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ ഒരു സൗദി ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ അന്ന് അവിടെ ചെന്ന് ആദ്യ ദിവസം രാത്രിയാണ് അവിടെ എത്തുന്നത്. അപ്പം ഭയങ്കര ലൈറ്റും കാര്യങ്ങളും നമ്മൾക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, പിറ്റേ ദിവസം നേരം വെളിച്ചായപ്പോഴാണ് പുറം ലോകം കാണുന്നത്. അതിൻ്റെ ശരി ഒറിജിനൽ, അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു ആദ്യമായിട്ട് വന്നുപെടുന്നത്. അപ്പോൾ അവിടെ രാവിലെ 7 മണിക്ക് ഒക്കെ ആളുകൾ അവരിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ അത് അന്നത്തോടു കൂടി മൊത്തത്തിൽ മതി, തിരിച്ചങ്ങ് പോയാലോ, പിറ്റേ തന്നെ തിരിച്ച് കയറിപ്പോയാൽ മതി എന്നുള്ള ഒരു തോന്നൽ വന്ന് പിന്നെ അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു പോയി. അങ്ങനെ എത്ര കാലം? 15 വർഷത്തോളം പ്രവാസ ജീവിതം. 15 വർഷം. അങ്ങനെ സാർ ഒരു 15 വർഷത്തിന് ശേഷം സാർ നാട്ടിലോട്ട് എത്തി. എന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബിസിനസ് ആരംഭിച്ചു. 1 വർഷമല്ല, ഒരു മാസത്തിനുള്ളിൽ തന്നെ. 1 മാസത്തിനുള്ളിൽ തന്നെ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ന്യൂ ഇന്ത്യ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സംരംഭം, അതിലോട്ട് ഡീവിയേറ്റ് ആവാനുള്ള ഒരു കാരണം എന്താ? അതിന് ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഈ നാട്ടുകാരായ 2 ആളുകളുണ്ട്. അവരാണ് എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സാർ സ്റ്റാർട്ടിങ് സമയത്ത് പല രീതിക്കുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. കാര്യം നമ്മുടെ ഗൾഫ് പോലെയല്ല നമ്മുടെ നാട് എന്നുള്ളത്. കാര്യം പല രീതിക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ആ സ്ട്രഗിളൊക്കെ സാർ എങ്ങനെയാണ് നേരിട്ടത്? അന്ന് ഇത്രമാത്രം മത്സരമോ ഇത്രമാത്രം സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ വെളിമുക്ക് ഭാഗത്ത് തന്നെ 2-3 സ്ഥാപനം ഇതുമായിട്ട് ഫ്ലോറിംഗ് നാച്ചുറൽ മെറ്റീരിയൽസിൻ്റെ സ്ഥാപനം, അതായത് മാർബിൾ ഗ്രാനൈറ്റ് വിൽക്കുന്ന സ്ഥാപനം 2-3 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു മിനിമം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്നതല്ല, ഇന്ന് അനാരോഗ്യകരമായ രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഓഫീസ് പർപ്പസിനായിട്ട് ഇതങ്ങനെ യൂസ് ചെയ്യാറ് കുറവല്ലേ? ഓഫീസിലും ചെയ്യുന്നവരുണ്ട്, ഇന്ത്യയിലൊക്കെ ഇറ്റാലിയനോ ഒക്കെ ചെയ്യുന്ന, അധികം വീടുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. സാർ ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് സാർ ഈ ഒരു അസോസിയേഷനിൽ കയറിപ്പെട്ടെ? മർമോ ഇറ്റാലിയൻ ഫറോക്ക് സക്കീർ സാഹിബ്, ഷക്കീർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കിട്ടിയത്. അത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ഒരാള് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സാറിൻ്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞില്ല, മാതാപിതാക്കളുടെ പേരുകൾ? എൻ്റെ ഉപ്പൻ്റെ പേര് പി കെ റഹ്മാൻ എന്നാണ്.
അദ്ദേഹം നല്ലൊരു എൻ്റെ രീതിയിലുള്ളൊരു ഒരു ടൈപ്പല്ല. വളരെ ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി, എല്ലാവരും ചെറിയ ആളുകളോടും വലിയ ആളുകളോടൊക്കെ ഒരേപോലെയാണ് പെരുമാറുന്നത്. ഉമ്മ ബി ഫാത്തിമ എന്നാണ് പേര്. എനിക്ക് 2 പേരാണുള്ളത്. ഒന്ന് മകള് ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. പേര് സജിന ഫാത്തിമ, മൂത്താളാണ്. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. മരുമകന്റെ പേര് കുഞ്ഞു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മുഹസിൻ എന്നാണ് പേര്. പിന്നെ 2 എന്താ പറയാ കൊച്ചുമക്കളുമായിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഒരാള് മൂത്താള്, രണ്ടുപേരും ആൺകുട്ടികളാണ്. മൂത്താള് പാപ്പി എന്ന് വിളിക്കും, ചെറിയ ആള് പാച്ചി. സോ അവരാണ് സാറിന്റെ ഒരു ടെൻഷൻ റിലീഫ്. തീർച്ചയായിട്ടും. പിന്നെ ഇളയ മകന്റെ പേര് പറഞ്ഞില്ല. മകൻ ഒരാളാണ്, രണ്ടാമത്തെ മകനാണ്. ഫുആദ് സനീൻ റഹ്മാൻ എന്നാണ് പേര്. അദ്ദേഹമാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ PG ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ബിസിനസ്സിലോട്ടുണ്ടോ? അപ്പം പുതിയ സ്ഥാപനത്തിൽ അയാളാണ് ഇൻചാർജ് ചെയ്തിരിക്കുന്നത്. സോ മകനും സാറിൻ്റെ വഴിയിലോട്ട് വരെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആള് എന്തെങ്കിലും ഡീവിയേഷൻ കണ്ടേ പറ്റൂ. കാര്യം അല്ലെങ്കിൽ ആളുടെ ഒരു പുതിയ തരമായിട്ടുള്ള ടെക്നോളജീസ് ഇതിലോട്ട് ഇൻബിൽട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സംരംഭം നല്ല രീതിയിൽ തന്നെ വേറൊരു രൂപത്തിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അതുപോലെ വൈഫിൻ്റെ പേര് ബീന. പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ടാണ് ലഭിക്കുന്നത്? സപ്പോർട്ട് അവർ പിന്നെ സപ്പോർട്ട് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ സാറിന് അറിയാം, ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനെ കുറിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണെങ്കിലും സ്വന്തമായിട്ട് ജോലിക്ക് വന്ന് മുന്നേറണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ നിന്ന് സാറിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? സ്വയം ഒരു പഠനം നടത്തിയിട്ട് നമുക്ക് മനസ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പോൾ അവരോട് ഇത് നമ്മളൊരു അഡ്വൈസ് ചോദിക്കുക. എന്തായാലും അവർക്ക് അതിനുള്ളൊരു ചാർജ് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആ ഫീസ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അറിയാത്തതിൽ എടുത്ത് ചാടി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. സത്യം. പിന്നെ അതുപോലെ സാറിന് ഇത്രയും വർഷത്തെ ഈ ഒരു ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? ആദ്യമായിട്ടും അവസാനമായിട്ടും ദൈവത്തിനോട് തന്നെയാണ്. ഇനി സാറിൻ്റെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ വിഷൻ, ഇനി മുന്നോട്ടേക്ക് എന്താ പ്ലാൻ? മുന്നോട്ടേക്ക് പുതുതായിട്ടൊരു ബിസിനസ് മേഖലയിലേക്ക് ഏതായാലും താല്പര്യമില്ല എനിക്ക് ഒന്നും. ഇനി ബിസിനസ്സിലോട്ട് വേറെ ഒരു ഇതിലോട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ടൈം ലക്ഷ്യമില്ല. ഇത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകാം. മക്കളെ ഏൽപ്പിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് അവരുടേതായ ഐഡിയക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട് സാർ. കാര്യം തീർച്ചയായിട്ടും ഈ ഒരു തിരക്കേറിയ നിമിഷത്തും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ സാർ ആഗ്രഹിച്ച പോലെ സാറിൻ്റെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും പഠിച്ച തമ്പുരാൻ കൂടെ തുണ നൽകട്ടെ എന്ന് ഞാനും പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാലും ഇത്രയും ടൈം നമുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം തന്നതിന് ഒരുപാട് നന്ദി സാർ. സാറിൻ്റെ ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും ദൈവം തമ്പുരാൻ്റെ തുണ കൂടെ തന്നെ ഉണ്ടാവും. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.